ഹലോ, ഇന്ന് സിമ്പിളായിട്ട് എങ്ങനെ ഒരു കുർത്തി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഫ്രണ്ട് പീസാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ നെക്ക് പോർഷൻ എംബ്രോയ്ഡറി ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ടോപ്പ് വെച്ചിട്ടാണ് മെഷർമെൻറ്റ് എടുത്ത് കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ കൈക്കുഴിയാണ് മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ കൈക്കുഴി കട്ട് ചെയ്തെടുക്കാനായിട്ട് സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്, നമ്മൾ അളവ് ടോപ്പ് ഇട്ടിട്ട് കറക്റ്റ് മെഷർമെൻറ്റിൽ ജസ്റ്റ് ഒരു ഫിംഗർ വെച്ചിട്ട് നമ്മുടെ നഖം വെച്ചിട്ടൊന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് ആ ലൈൻ നമ്മുടെ കട്ട് ചെയ്യേണ്ട മെറ്റീരിയലിൽ മാർക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ കൈക്കുഴി കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന പോലെ സെയിം ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ കൈക്കുഴി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെസ്റ്റ് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഫുൾ ബോഡി ഫുള്ളായിട്ട് നമ്മൾ അളവ് ചുരിദാർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓൾറെഡി തയ്യൽ തുമ്പൂടി ചേർത്താണ് ഞാൻ മെഷർമെൻറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് തയ്യൽ തുമ്പും കാര്യങ്ങളൊന്നും ഇടുന്നില്ല. അതിനുശേഷം ഫുള്ള് കറക്റ്റായിട്ട് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈക്കുഴി ഒന്ന് പെർഫെക്റ്റായിട്ട് വരച്ചു കൊടുക്കുകയാണ്, ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മളിട്ട ലൈനൊക്കെ. അതിനുശേഷം അതെല്ലാം നമുക്കിനി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കൈക്കുഴിയൊക്കെ അടയാളപ്പെടുത്തിയെടുത്തു. ഇനി വീനക്ക് ഓൾറെഡി മെഷർ ചെയ്തിട്ടാണ് ഞാൻ ഈ മിറർ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇച്ചിരി തയ്യൽ തുമ്പ് വിട്ടിട്ട് വീനക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നെക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഷോൾഡർ, പിന്നെ കൈക്കുഴി, അങ്ങനെ ഫുൾ ബോഡി വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രണ്ട് പോർഷൻ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ബാക്ക് പീസ് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട് പീസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിൽ മെഷർമെൻറ്റ് വെച്ചിട്ട് തന്നെ ഞാൻ ബാക്ക് നെക്കിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ നെക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സെയിം മെത്തേഡിൽ നമുക്ക് ഫുൾ ബോഡി ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഫ്രണ്ടും ബാക്കും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസ് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കൈക്ക് ഇടയ്ക്കൊരു കട്ടിങ് വരും, നമുക്കത് ജോയിൻ ചെയ്തെടുക്കണം. കാരണം ഫ്രണ്ടും ബാക്കും നമ്മൾ സെപ്പറേറ്റ് ഇട്ടാണ് ടോപ്പ് കട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ കൈക്ക് നടുക്കൊരു കട്ടിങ് വരും. അപ്പം 4 പീസാണ് വരിക, ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ഏകദേശം ഐഡിയ വെച്ചിട്ട് കൈക്ക് ഒരു ചതുരം പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് രണ്ടാമത്തെ കൈയും കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ കൈയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ 4 പീസാണ് വരിക, അത് നമ്മൾ ജോയിൻ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഫുള്ള് 4 പീസ് കൈക്കുള്ള നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലൈനിങ് ആയിട്ട് അത്യാവശ്യം കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് ലൈനിങ് ഞാൻ വെക്കുന്നില്ല. അതിന് പകരം ചെസ്റ്റ് പോർഷൻ വരെ മാത്രമേ ലൈനിങ് വെക്കുന്നുള്ളൂ. അപ്പോൾ ചെറിയൊരു ചതുരത്തിലൊരു പോർഷൻ കട്ട് ചെയ്തെടുത്ത് ലൈനിങ് പീസ് അത്രയേ ഉള്ളൂ, ഫുൾ ലെങ്ത് ഇല്ല. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ആദ്യം തന്നെ ഫ്രണ്ട് പീസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ടോപ്പിൻ്റെ നല്ല വശവും ലൈനിങ്ങിൻ്റെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ടാണ് നമ്മൾ മറിച്ചിടുന്നത്. അങ്ങനെ ഇതാ നെക്ക് സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ പതിപ്പിച്ചൊന്നും അടിക്കുന്നില്ല, ഇതാ ഇങ്ങനെ പ്രസ്സാക്കി എടുക്കുന്നുള്ളൂ. അതിനുശേഷം ബാക്ക് നെക്ക് ഇതാ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഫുള്ള് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ബാലൻസ് വരുന്ന പീസ് ഫുള്ള് നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റണം. അങ്ങനെ നെക്കിലും ഷോൾഡറിലും എല്ലാം ബാലൻസ് വരുന്ന പീസെല്ലാം കട്ട് ചെയ്ത് മാറ്റി. അങ്ങനെ ഇതാ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അങ്ങനെ 2 ഷോൾഡറും കൂടി ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ജോയിൻ ചെയ്ത് അതെല്ലാം പതിപ്പിച്ചടിച്ച് എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമുക്കിനി കൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ 2 പീസോട് ജോയിൻ ചെയ്ത് ഞാൻ ഒറ്റ പീസാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് നമ്മുടെ ടോപ്പുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് കൈ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ കൈ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി
പാർട്ട് ഫുള്ളായിട്ട് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മുട്ടുപിൻ കുത്തി വെച്ചിട്ടുണ്ട്. കാരണം അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ആളെ സൈസ് മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഫുൾ ടോപ്പ് എൻഡ് വരെ ജോയിൻ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ടോപ്പ് എൻഡ് വരെ ജോയിൻ ചെയ്തെടുത്തു. അതിന് ശേഷം ഏറ്റവും താഴത്തെ പോർഷൻ മടക്കി അടിച്ച് കൊടുക്കണം ഫുള്ള്. അങ്ങനെ അത് ഫുള്ള് ഇതുപോലെ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ടോപ്പ് വെച്ച് മെഷർമെൻ്റ് എടുത്ത് ഒരു സിമ്പിളായിട്ടൊരു ഡ്രസ്സോ കുർത്തിയോ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.